തീർന്നു. പഞ്ചറായി എന്നെ പോയി കാറ്റടിച്ചിട്ടും അല്ലാണ്ട് ഇപ്പം ചെയ്യാൻ പറ്റും. ഈ നടു റോട്ടിൽ നിന്നും അങ്ങനെ നമ്മൾ പെട്ടിരിക്കുന്നു. നമ്മുടെ വണ്ടിയുടെ കാറ്റ് പോയി, ടയറിൻ്റെ കാറ്റ് പോയി. നമ്മുടെ വണ്ടിയുടെ ടയറിൻ്റെ കാറ്റ് പോയി കേട്ടോ. നമ്മൾ നടുറോട്ടിൽ ഇപ്പോൾ പോയി കാറ്റടിച്ചിട്ട് വന്നു. പഞ്ചറായതാണോ കാറ്റ് പോയതാണോ? ട്യൂബ്ലെസ്സാണ്. നീ പോയി കാറ്റടിച്ചിട്ട് വാ. ആയിരിക്കും അതിൻ്റെ ഇടയ്ക്ക് കാട്ടുപോയി അവിടെ നോക്കുന്നുണ്ട്. നീ പോട്ടു, നീയല്ല വെയിറ്റ് ഓറോ, നീ പോയിട്ടു. എത്ര കിലോമീറ്റർ? 5 കിലോമീറ്റർ. 5 10 കിലോമീറ്റർ. അങ്ങോട്ട് 5 കിലോമീറ്റർ, ഇങ്ങോട്ട് 5 കിലോമീറ്റർ, 10 കിലോമീറ്റർ. ഫ്രണ്ടിലോട്ട് കയറിയിരുന്നു പോകും, ബാക്കിലോട്ട് അധികം ഇരിക്കണ്ട. നീ പോയിട്ടോ. ഇത് രാജാക്കാട് നിന്ന് വരുന്ന വഴിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നേരെ റൈറ്റ് കഴിഞ്ഞ് താഴത്തോട്ട് പോയാൽ തൂക്കുപാലത്തേക്ക്, നേരെ തന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പൊന്മുടി ഡാമയിലോട്ട് ചെല്ലും. നമുക്ക് നേരെ തൂക്കുപാലത്തിലോട്ട് പോകാം. ഒട്ടകം നിൽക്കുന്നു, ഒട്ടകം. മൈൽസ് ഓഫ് ടേസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. അത് നമ്മുടെ ഇവിടെ തന്നെയുള്ള ഹാങ്ങിങ് ബ്രിഡ്ജാണ്, തൂക്കുപാലം. നമ്മുടെ ഈ തൊട്ടടുത്ത് തന്നെയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങളെ കാണിച്ചു തന്ന പൊന്മുടി ഡാമിൻ്റെ നേരെ താഴ്വശത്തായിട്ടുള്ള ഹാങ്ങിങ് ബ്രിഡ്ജാണ് നിങ്ങളിന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇവിടെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ വന്ന് നിന്ന് ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല രസമാണ്, നല്ല വ്യൂ ആണ് കാണാനൊക്കെ. അതേപോലെ തന്നെ നമ്മുടെ പൊന്മുടി ഡാമിൻ്റെ താഴെ നിന്നിട്ടുള്ള അതിൻ്റെ അടിവശത്തു നിന്ന് മേളിലോട്ടുള്ള വ്യൂ നമുക്ക് ഈ തൂക്കുപാലത്തിൽ നിന്ന് കാണാൻ പറ്റും. നമുക്ക് നേരെ തൂക്കുപാലത്തിലേക്ക് പോയാലോ? അപ്പോൾ നമ്മൾ നിൽക്കുന്നതാണ് ഇവിടുത്തെ ഹാങ്ങിങ് ബ്രിഡ്ജ്, പൊന്മുടി ഹാങ്ങിങ് ബ്രിഡ്ജ്, തൂക്കുപാലം. ഇത് പണിതിരിക്കുന്ന 1957 പൊന്മുടി ഡാം പണിയാൻ വേണ്ടി അതിലോട്ട് കൊണ്ടുപോകേണ്ട സാധനങ്ങളും അതേപോലെ തന്നെ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാനൊക്കെ ആയിട്ട് വേണ്ടി മാത്രം പണിതാണ്. നിലവിൽ ഇപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പാലത്തിൻ്റെ അടിയിൽ ഈ ഷീറ്റൊക്കെ മാറി, ബീമൊക്കെ മാറി ഇത് കൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ ആരെയും കയറ്റി വിടുന്നൊന്നുമില്ല. അപ്പോൾ ഇവിടെ മൂന്നാറെല്ലാം വരുന്ന എല്ലാ ഗസ്റ്റുകളെല്ലാം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ ആണ്. ഇവിടെ നിന്നുള്ള വ്യൂ, ഈ പാലത്തിൽ നിന്ന് നല്ല വ്യൂ ആണ്. ഈ സൈഡിൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നല്ല വ്യൂ ആയിട്ട് നല്ല മലകളുടെയും അതുപോലെ തന്നെ കാണാം. 1957 ഇത് പണിയുമ്പോൾ ഇതിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മൊത്തം തടിയായിരുന്നു. 2011 ഇതിൻ്റെ തടിയൊക്കെ മാറ്റി എന്നിട്ട് ഇരുമ്പിൻ്റെ ഷീറ്റ് വിരിച്ച് ഇത് ബലപ്പെടുത്തിയെടുത്തു. നിങ്ങൾക്ക് അങ്ങകലെ ഒരു മതിൽ പോലെ ഒരു ഇത് കാണുന്നുണ്ടോ? അതാണ് പൊന്മുടി ഡാം. അവിടെ നിന്ന് മഴക്കാലത്ത് വെള്ളം തുറന്നു വിടുമ്പോൾ ഈ വഴിയാണ് മേലിൽ നിന്ന് വെള്ളം വരുന്നത്. ഈ വെള്ളം വന്നിങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ വരും. ഇതിങ്ങനെ വന്നിങ്ങനെ നേരെ താഴെ നമ്മുടെ പന്നിയാറിലോട്ട് പോകും. പിന്നെ ഇവിടെ വരുന്ന ഈ പാലത്തെ വരുന്ന ഗസ്റ്റുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ആക്ടിവിറ്റീസ് കേട്ടോ താഴെ കാണുന്നത്. ആ കാണുന്ന ബലൂണാണ്. ആ ബലൂൺ ഈ പാലത്തിൽ നിന്ന് നമുക്ക് വെടിവെച്ച് പൊട്ടിക്കാം. അത് ഇവിടെയുള്ളൊരു ചെറിയ ആക്ടിവിറ്റീസ് ആട്ടോ. അപ്പോൾ നമുക്ക് ഇനി അപ്പുറത്തോട്ട് പോകാം. ഞങ്ങളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഇത് മറ്റേ ഇതാണോ ചേച്ചി? റൂബിക്ക മറ്റേ ചീമനെല്ലിക്ക എന്ന് പറഞ്ഞതാണ്. ആണോ? അല്ല വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് പണി നടക്കുന്നോണ്ട് അതെ അല്ലേ? അപ്പൊ ഇപ്പൊ സീസൺ ടൈം അല്ലല്ലോ, സീസൺ കുറഞ്ഞില്ലേ ഇതിന്? ഇതിനെത്ര ചേച്ചി? ആണോ? ഇത് പഴുത്തല്ലേ? പച്ച വേണ്ട. ഇത് പറഞ്ഞോ ചേച്ചി. പിന്നെ ഇത് കൂട്ട് മെയിൻ്റനൻസ് നടക്കുന്നതുകൊണ്ടും ഒരു ഇതുണ്ടല്ലേ?
മാങ്ങ ഉപ്പും മുളക് കിട്ടുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടംപടി ഞങ്ങൾ കുഞ്ഞിൽ ഇവിടെ ഇഷ്ടംപടി മാത്രമേ വലിച്ചു കുറച്ച് വീട്ടിൽ കൊണ്ട് ഇതുപോലെ ഉപ്പും മാങ്ങും ഉപ്പും മുളക് പൊടിയിട്ട് ഇഷ്ടംപടി കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ. നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടംപടി മാവുണ്ടല്ലോ, അത്തന്നൊക്കെ പറിച്ച് ഇതുപോലെ ഇഷ്ടംപടി ഞങ്ങൾ കൂട്ടുകാരും എല്ലാവരും ഇട്ടിരുന്ന് ഇഷ്ടംപടി ഇതുപോലെ അവധി സമയത്ത് ഇരുന്ന് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ തിരക്ക് കുറവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓഫ് സീസണാണ്, അതിൻ്റെ ഒരു തിരക്ക് കുറവുണ്ട്. പിന്നെ ഇവിടെ മെയിൻ്റനൻസ് നടക്കുന്നതുകൊണ്ട് അധികം ആരും ഇങ്ങോട്ട് കയറ്റി വിടുന്നില്ല, അതിൻ്റെയാണ് ഒരു തിരക്ക് കുറവ്. ഇപ്പം ഞങ്ങളുടെ ഇവിടെ ഇപ്പോൾ മാങ്ങയായി വരുന്നേ ഉള്ളൂ കേട്ടോ. നാട്ടിലോട്ടൊക്കെ ഇപ്പോൾ മാങ്ങയായിട്ടുണ്ടാവും. നമുക്കിവിടെ ഹൈറേഞ്ചിലേക്ക് ഇപ്പോൾ മാങ്ങ ആവുന്നേ ഉള്ളൂ. ഇവിടെയൊക്കെ മാങ്ങ പൂത്ത് ചെറിയ മാങ്ങ ആയിട്ടുള്ളൂ. ഇത് കണ്ടപ്പോൾ ഒന്ന് മേടിച്ച് തിന്നാൻ തോന്നി, മേടിച്ച് തിന്നാ കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം, അപ്പുറത്തെ സൈഡിൽ പോയിട്ട് നോക്കാം ബാക്കി. ഇനി ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ ഇനിയിപ്പം വെള്ളമോ നാരങ്ങ വെള്ളമോ അതേപോലെ തന്നെ എന്തെങ്കിലും ഫ്രഷ് ടൈമും കഴിക്കാൻ, ചായ കോഫിയൊക്കെ കഴിക്കാനായിട്ട് ഇവിടെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പാലത്തിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 50 മീറ്ററാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇത് 2 വടത്തേല തൂക്കിയിട്ടേക്കുന്നതെന്ന് പറഞ്ഞില്ലായിരുന്നോ, അത് ഈ ഇവിടെ ഒരു വലിയൊരു കെട്ട് കണ്ടോ, ഈ കെട്ടിലോട്ട് ആ വടം കൊണ്ടുവന്ന് ജോയിൻ്റ് ചെയ്തേക്കുകയാണ്. വലിയ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇട്ട് മുറുക്കി വെച്ചേക്കുക. പാഷൻ പൂട്ടും ഉണ്ട്. ഈ പാഷൻ പൂട്ടിനും ചെറിയൊരു ഇതായിട്ട് ഇത് തൂക്കുപാലമായിട്ട് ചെറിയൊരു ബന്ധം ഇട്ടു കേട്ടോ. പാഷൻ വിചാരം പാഷൻ പൂട്ട് ആ തൂക്കുപാലം പിടിച്ച് നിർത്തിയേക്കുന്നതാണ്. നമ്മളിപ്പോൾ മാങ്ങ മേടിച്ച് കണ്ടില്ലായിരുന്നോ, ആ മാങ്ങ മേടിച്ചവരൊക്കെ ഇവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നവരാണ് അപ്പുറത്ത് പോയി കച്ചവടം ചെയ്യുന്നത്. കാരണം അവിടെ വരെ ഇപ്പോൾ ഗസ്റ്റ് വരുള്ളൂ. പാലം മെയിൻ്റനൻസ് നടക്കുന്നതുകൊണ്ട് ഇപ്പുറത്തോട്ട് കയറി വരില്ല. നേരത്തെ ഇതിന് അവിടെ നിന്ന് വന്ന് ഈ പാലത്തെ കയറി ഈ റോട്ടിൽ കൂടി ഇങ്ങനെ അപ്പുറം പോയി ആയിരുന്നു ഡാമിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ആ മാങ്ങ മേടിച്ചപ്പോഴത്തെ നമ്മൾ ഇവിടെ ഒരു സാധനം ഉണ്ടായിരുന്നു, നെല്ലിക്ക തേനിലിട്ടത്. അതാണ് നമ്മൾ ആദ്യം അന്വേഷിച്ച് പോയത്, പക്ഷേ അത് അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ മാങ്ങയില്ലല്ലോ, അതുകൊണ്ട് മാങ്ങ മേടിച്ചു. അതുപോലെ അത് വെറൈറ്റി ആയിട്ട് പറഞ്ഞുള്ളതാണ് നെല്ലിക്ക തേനിനകത്തിട്ട്. അടിപൊളി ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ ഇനിയിപ്പോൾ ഇവിടേക്ക് വരുന്നുണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ ഒന്ന് മേടിച്ച് കഴിച്ചു പോകും കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. രാജാക്കാട് നിന്ന് നമുക്ക് തൂക്കുപാലം വരെ 5 കിലോമീറ്ററാണ് ഉള്ളത്. നല്ല വഴിയാണ് കേട്ടോ. ഇങ്ങോട്ട് വരാനൊക്കെ ആയിട്ട് ഒരു പാടുമില്ല, നല്ല വഴിയാണ്. നിങ്ങളുടെ സ്വന്തം വണ്ടിക്ക് വരാം, നിങ്ങൾക്ക് എപ്പോൾ വേണേലും ഇവിടെ വരാം. അടിപൊളി പ്ലേസാണ്, നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ എല്ലാവരും വരിക, വിസിറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നമുക്കിപ്പോൾ കാണാം ഈ സൈഡിൽ കൂടെയൊക്കെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പഞ്ചായത്ത് ഇവിടെ വേസ്റ്റ് ഇടാനായിട്ട് വേസ്റ്റ് ബിൻ പുതിയത് പണിത് വെച്ചിട്ടുണ്ട്. എന്നാലും ഇവിടെ വരുന്ന ചില ആൾക്കാർ, എല്ലാവരും പറയുന്നല്ല കേട്ടോ, ചില ആൾക്കാർ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ ഒരു 2-3 ഇരിപ്പുണ്ട്. എന്നാ പണിത് വെച്ചാലും ഞങ്ങൾ വേസ്റ്റ് ബിൻ ഉണ്ടെങ്കിലും അതിനകത്ത് ഇടില്ല എന്ന് നിർബന്ധമുള്ള കുറച്ച് ആളുകളെ പോലെയുള്ള ആൾക്കാരുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കാണാൻ വരുമ്പോൾ മാക്സിമം വേസ്റ്റ് വലിച്ചെറിയാതെ ഇതുപോലെ പണിത് വെച്ചേക്കുന്നത് അതിനകത്ത് ഇടാനാണ്. അപ്പം നിങ്ങൾ മാക്സിമം അതിനകത്ത് ഇടുക. അപ്പം നമുക്ക് കണ്ടാലേ ഇത് കണ്ടില്ലേ, ഇതൊരു ചെറിയൊരു ബോട്ടിലാണ്, ചെറിയൊരു ബോട്ടിൽ ഇതേ ഇരിക്കുന്നതാണ് നമ്മുടെ എന്നാ പറയുന്നത് വേസ്റ്റ് ബിന്ന്. ഇത് അവിടെ ഇടുക എന്നുള്ളത് ഇവിടുന്ന് ഇത്രയും ഒന്ന് എടുത്തിടാൻ പോലും പറ്റില്ല, ഒരു മനസ്സില്ല എന്ന് പറയുന്നതൊക്കെ ഒരു എന്താ പറയുക, അതിനൊന്നും പറയാനില്ല. മാക്സിമം ഇവിടെ വരുന്നവർ ഇതുപോലെ വേസ്റ്റ് ബിൻ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ അലക്ഷ്യമായിട്ട് വലിച്ചെറിയാതെ മാക്സിമം അതിനകത്ത് തന്നെ ഇടാമെന്ന് ശ്രമിക്കുക. പൊന്മുടി വന്നല്ലേ? പൊന്മുടിയാ. എന്നാ വന്നേ? ഇന്നലെ മിനിങ്ങാന്നല്ലേ? ഇപ്പൊ തീറ്റിക്കാൻ ഇറങ്ങിയതായിരിക്കും. സ്ഥലം ഇറങ്ങണ്ടേ ചേട്ടൻ? എല്ലായിടവും കാണിച്ചതല്ലേ? അപ്പൊ ഇതിന്റെ സവാരി അവിടെ അന്നേരം അവിടെ മാത്രമല്ല ഉണ്ടാവുള്ളൂ? അവിടെ മാത്രമേ ഉള്ളൂ, ഡാമിന്റെ അല്ലേ? ഓ, വണ്ടികൾ ഇച്ചിരി പേടിയുണ്ട്, പേടി ഇവിടെ മാറ്റാൻ വേണ്ടിട്ട്. ഇരുമ്പോലത്ത് നേരത്തെ വന്നിട്ട് 3 മാസം ആയിട്ടുള്ളൂ. കൊണ്ടുവന്നിട്ടല്ലേ? എവിടുന്ന് ഇപ്പൊ കൊണ്ടുവന്നേ? രാജസ്ഥാൻ. ഓ, ഇതിന്റെ പേര് സുൽത്താൻ. സുൽത്താൻ സൈലന്റ് ക്യാരക്ടറാണ് വേറെ. അതെ അല്ലേ? നീ വന്നാ വാ, ബാഗ് നേരെ. സുൽത്താനേ, ആർക്ക് വേണോ തൊടാം. ഒന്നും ചെയ്യില്ല. ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ പാർക്ക് ചെയ്യുന്നതായിരിക്കും അല്ലേ? അല്ലല്ല, നിങ്ങൾക്ക് നോക്കണം. ആണോ? ഒരാൾക്ക് 200. ഒരാൾക്ക് 200. ഇനിയിപ്പോ ഇവിടെ കാണും, പിന്നെ എപ്പോഴും കാണും. എൻ്റെ സ്ഥലമോ?
ഇവിടെ അവിടെ റൂമുണ്ട് പാർക്കിൽ. വീട് എവിടെയാ? വീട് തിരുവനന്തപുരം. തിരുവനന്തപുരം അല്ലേ? തിരുവനന്തപുരം. ഞങ്ങൾ ആ ഞാൻ കുതിര ട്രെയിൻ റൈറ്റ് വന്നാ. അപ്പോൾ അവിടെ നിന്ന് നേരെ ഇതായി തോട്ടത്തിൻ്റെ ഇതിലേ. ഞങ്ങള് ട്രാവൽ ബ്ലോഗാ, അപ്പോൾ ചുമ്മാ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പോയിട്ട് വന്നാ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്ന് പൊന്മുടിയിലേക്ക് എടുത്തായിരുന്നു. കുതിരയൊക്കെ എടുത്തായിരുന്നോ? അതൊക്കെ എടുത്തായിരുന്നു. അപ്പം പൊട്ടം വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നേ. ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ തന്നെ അതിൻ്റെ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ. അപ്പോൾ അവൻ പറഞ്ഞു ഒട്ടം വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്നാന്ന് പറയുന്നത് ഇല്ല എന്താ പറയാ, വൃത്തിയുള്ള സാധനം മാത്രമേ കഴിക്കുള്ളൂ. അതെ അല്ലേ? പുല്ലില് തുപ്പല വല്ല വേറെ എന്തെങ്കിലും കിടക്കുകയാണെങ്കിൽ കഴിക്കൂല. ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം. നല്ല ഹൈറ്റ് അല്ലേ ഇതിന്റെ മണ്ടേ കയറണേല്? മണ്ടേ കയറാൻ വേറെ ലെവലാണ്. ശരിക്കും ചെറിയൊരു ആനയുടെ പുറത്തിരുന്നിട്ട് കിടന്ന പോലെ ഉണ്ടാവും. ഇല്ല, തുടങ്ങിയില്ല അല്ലേ? നമ്മൾ തുടങ്ങിയിട്ടില്ല. കാരണം ഇത് ഇവിടെ പറഞ്ഞതിന് മുന്നേ ഒരു 3-4 ദിവസം മുന്നേ ആളെ കയറ്റിയായിരുന്നു. കയറ്റി നോക്കി, അപ്പോൾ സെറ്റാണ്. ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് സാഹചര്യം കേട്ടൊന്ന് ഇണങ്ങി അല്ലേ? ഇവിടെ എനിക്ക് കാലി കഴിക്കുന്നവരെ പോയി ഇല്ല അതിനുള്ള ഇത് ഈ റോഡേ വണ്ടി ഇണക്കായില്ലല്ലോ. വലിയ വണ്ടികളല്ലേ പോകുന്നത്. അപ്പം നല്ല സ്പീഡിലാണ് പോകുന്നത്. അപ്പം നല്ലോണം പേടിക്കും. അല്ല, ഞാൻ അടുത്തുണ്ടെങ്കിൽ അതിനറിയാലോ. ഞാൻ ഉണ്ട് അടുത്ത്, സീനില്ല. നമ്മളെ കൺട്രോൾ വയ്ക്കും. ഇല്ലെങ്കിൽ ചാടും. 200 ലിറ്ററൊക്കെ ഒരു ദിവസം കുടിക്കും. പോയാലോ? നമ്മ അറിയട്ടെ, അതെ പോയി ഇടയ്ക്ക് കാണാം. അല്ല എന്തില്ല പോട്ടെ. അതേപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് ഇടുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഇനി ഇതുപോലെ ഇങ്ങനെ പുതിയതായിട്ട് പുതിയ വീഡിയോകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൂടുന്നതനുസരിച്ച് നമുക്കും അതൊരു സന്തോഷമായിരിക്കും. നമുക്കും ഇനിയും കൂടുതൽ ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു എനർജി കിട്ടും. അപ്പം നമ്മൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും കൂടെ കാണുമല്ലോ അല്ലേ? കൂടെ കാണണേ.